റെസിപ്സ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയട്ടെ. ഞാൻ മൈക്രോവേവ് ഓൺലൈൻ കുക്കറി ക്ലാസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ത്രൂ വീഡിയോ കോൾ. മൈക്രോവേവ് ഓവൻ, നിങ്ങളുടെ വീട്ടിലുള്ള മൈക്രോവേവ് ഓവൻ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാം. കുറേ പേര് അത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടുന്ന് പറഞ്ഞുതരും. അപ്പോൾ വീഡിയോ കോളിലൂടെ നമുക്ക് മൈക്രോവേവ് ഓവൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തം ഓവൺ സ്വന്തം വീട്ടിലിരുന്നിട്ട് എന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ക്രിസ്മസ് കാലമാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. അതുപോലെ നല്ല കളറുള്ള നല്ല ടേസ്റ്റുള്ള നല്ല ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മൈദ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ ചേർത്തിട്ട് നമ്മൾ 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രഷ് ക്രീം, അമുൽ ഫ്രഷ് ക്രീം, അല്ലെങ്കിൽ നമ്മളടുത്ത് ഇപ്പോൾ ഇപ്പോൾ അതിനായിട്ട് ഫ്രഷ് ക്രീം വാങ്ങാൻ പോകണമെന്നില്ല. വിപ്പിംഗ് ക്രീം, നമ്മൾ ഫിയോണ പോലെയുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അതൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും അതുപോലെ 1/4 കപ്പ് തൈരും പിന്നെ കുറച്ച് കോഫി പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ആദ്യം നമ്മൾ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഓയിൽ, പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം മുട്ട അതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് ആ ഒരു ക്രീം കേർഡ് മിക്സിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ, അപ്പക്കാരെന്നൊക്കെ പറയില്ലേ, അപ്പസോഡ, അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അത് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴാണ് അത് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം അത് ചേർത്ത് വെക്കാനും പറ്റില്ല, അത്രയും സമയം അതിരിക്കില്ല. കുറച്ച് തൊട്ട് മുമ്പ്, അപ്പോൾ ആ മുട്ട ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. മുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതാവുകയും ചെയ്യും, നമുക്ക് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മൈദ ഇത് 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയുണ്ട്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് അമൂൽ ഫ്രഷ് ക്രീം 1/4 കപ്പ്, 1/4 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1/2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സിങ് തുടങ്ങാൻ പോവുകയാണ്. ഒരു 75 ml ഓയിലാണ്, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് എടുത്തതാണ്. ഇതിലേക്ക് 2 മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു കാര്യം ചെയ്യാണ്ട്, നമ്മുടെ കേർഡ്, കോഫി പൗഡർ, ഫ്രഷ് ക്രീം മിക്സ് ആണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റില്ല, ഇത് ഇതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ചെയ്താൽ മതി. മുട്ട അതിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വരും. നമുക്കിതൊന്ന് മാറ്റി വെച്ച് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അത് നന്നായിട്ട് പൊങ്ങി വരട്ടെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ
ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ടുള്ള കേർഡ് ക്രീം കോഫി മിക്സ് ചേർക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്യാം. സോൾട്ട് ഒരു 1/8 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നമ്മുടെ ഫ്ലോർ മിക്സ് ചേർക്കാം, കുറേശ്ശെയായിട്ട് ചേർക്കാം. ചെറിയ സ്പീഡിൽ മാത്രം ബീറ്റ് ചെയ്താൽ മതി. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു റിബൺ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. ഇതിനി 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ നമുക്ക് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പഞ്ചായിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. നല്ല സ്പഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നിറച്ച് എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു സ്പഞ്ചാണ്. നല്ല കളറുണ്ട്. ഭയങ്കര ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതാണ്. ചിലതൊക്കെ നമുക്ക് നല്ല സ്പഞ്ച് കിട്ടുന്ന റെസിപ്പി എൻ്റെ അടുത്തുണ്ട്. നല്ല സ്പഞ്ച് തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇത്ര ചോക്ലേറ്റി അല്ല, ചോക്ലേറ്റി ഫ്ലേവർ ഇത്രക്കില്ല, അതുപോലെ ഇത്ര കളറും കിട്ടില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൈക്രോവേവ് ഓവൺ ഓൺലൈൻ കുക്കറി ക്ലാസ്സിനെ കുറിച്ച്. അപ്പോൾ മൈക്രോവേവ് ഓവണിനെ കുറിച്ച് പലർക്കും ഞാൻ എൻ്റെ ഓവണിൽ ചെയ്ത് കാണിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട് വരികയാണ്. എൻ്റെ ഓവണ് ഇങ്ങനെയല്ല, എൻ്റെ വേറെ കമ്പനിയാണ്, അതിലെങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ മൈക്രോവേവ് കുക്കറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ താഴെ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൈക്രോവേവ് ഉപയോഗിക്കുക എന്നുള്ളത് അതിലൂടെ പഠിക്കാൻ പറ്റും. മൈക്രോവേവ് കുക്കറീനെക്കാട്ടിലും കൂടുതൽ ഞാൻ മൈക്രോവേവ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പഠിപ്പിച്ചത്. കാരണം റെസിപ്പീസ് ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ, നമുക്ക് മൈക്രോവേവ് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നത്.